സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ പാലപ്പറമ്പിൽ ജനാർദ്ദനക്കുറുപ്പിൻ്റെ വീട്ടിലാണുള്ളത്. ജനാർദ്ദനക്കുറുപ്പിൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇതുപോലൊരു ഷഷ്ടിപൂർത്തി ആഘോഷത്തിൻ്റെ ആവശ്യമെന്ത് എന്നൊന്നും ചോദിക്കരുത്. അല്പന്മാർ പണക്കാരായാൽ ഇങ്ങനെ പലതും സംഭവിക്കും. എന്തായാലും നമുക്കയാളെ സ്വാഗതം ചെയ്യാം. ജനാർദ്ദനക്കുറുപ്പ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായ പാലപ്പറമ്പിൽ ജനാർദ്ദനക്കുറുപ്പിന്റെ നമസ്കാരം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്നത്. നിങ്ങളുടെ ഈ ആവേശം കാണുമ്പോൾ ഇനിയുള്ള കൊല്ലങ്ങളിലെല്ലാം എൻ്റെ ഈ ഷഷ്ടിപൂർത്തി പൂർവാധികമാഡംബരമായി നടത്തണമോ എന്ന് ഞാൻ ആലോചിക്കും. പിന്നെ ഒരു കാര്യം, എൻ്റെ ചിറ്റ് ഫണ്ടിൽ നിന്നും ലോൺ എടുത്തിട്ടുള്ള എല്ലാവർക്കും പലിശ അടയ്ക്കാനുള്ള സൗകര്യം വീടിൻ്റെ പുറകിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ പിന്നെ എത്ര ഷഷ്ടിപൂർത്തിയാണ് ഒരാൾ ആഘോഷിക്കുക? ഞാൻ പറഞ്ഞില്ലേ, വങ്കന ഇയാള്. ഈ ജനാർദ്ദനക്കുറുപ്പിൻ്റെ രണ്ടാം ഭാര്യ കെട്ടി ഒരുങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. അങ്ങോട്ട് വിടാം. കൽപ്പന കുറുപ്പ്. ഞാൻ കൽപ്പന കുറുപ്പ്. ഈ ഇരിക്കുന്ന ജനാർദ്ദനൻ ചേട്ടൻ്റെ മകളാവാനുള്ള പ്രായം എനിക്കുള്ളതെന്ന് എല്ലാവരും പറയുന്നേ. അങ്ങനെ ആരും പറയുന്നില്ല. പറയുന്നത് എന്തോത്തിനാ? കണ്ടറിയാം. നോക്ക്, എൻ്റെ പേഴ്സണാലിറ്റിക്കും സൗന്ദര്യത്തിനും എനിക്ക് ഈ ബുദ്ധൂസിനെ കിട്ടത്തുള്ളൂ. എനിവേ, എൻ്റെ കുറുപ്പിയേട്ടനെ എല്ലാവരും കഞ്ഞിന്ന് വിളിച്ചാലും എനിക്ക് ഈ ഇരിക്കുന്ന ചോറ. നിങ്ങൾ പരിപാടികളൊക്കെ കണ്ട് വയർ നിറച്ച ആഹാരമൊക്കെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കണം. ഓക്കെ? ആരാ വിളിക്കാത്തത്? അതുകൊണ്ട് വഴക്കുണ്ടാക്കണം. ആ അതാ നല്ലത്. പിന്നെ ഫോൺ അടിക്കുന്ന ഇട്ടെങ്കിൽ ഉണ്ടോ? ഞാൻ എടുക്കാം. ഞാൻ എടുക്കാം. ഹലോ, അതെ. ഇന്നോ ഈ വീട്ടിലേക്കോ? സത്യ? ചേട്ടാ, നമ്മൾ നെട്ടിത്തെറിച്ചു പോകുന്ന ഒരു ന്യൂസാ ഇപ്പൊ ഫോണിൽ കൂടെ കിട്ടിയത്. ചേട്ടന്റെ ഷഷ്ടിപൂർത്തിക്ക് ഒരു VVIP ഇവിടെ വരുന്നുണ്ടെന്ന്. സൂപ്പറുകളിൽ സൂപ്പറായ സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ. ഇതാണോ ഞെട്ടിത്തെറിപ്പിക്കുന്ന വാർത്ത? ഞാൻ ഇതൊക്കെ നേരത്തെ ഏർപ്പാട് ചെയ്തല്ലേ. സത്യമായിട്ടാ? പിന്നെ നിനക്കൊരു കാര്യം അറിയാമോ? ഒരു പൈസ പോലും പ്രതിഫലം വാങ്ങിക്കാതെയാണ് സരോജ് കുമാർ എന്റെ ഷഷ്ടിപൂർത്തിയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. അങ്ങനൊന്നും പറയാതെ ഏട്ടാ, പൈസയൊന്നും വാങ്ങിക്കാതെ ഇവരാരും വരത്തില്ല. എന്റെ കപ്പാസിറ്റിയെ പറ്റി നീ എന്ത് പറയുന്നു? അതൊക്കേട്ടാ. ഫോൺ അങ്ങ് വെച്ചോ, ഫോൺ വെച്ചോ. ചേട്ടാ, സരോജ് കുമാർ പിള്ളേരോടൊക്കെ എന്ന് പറയണം എനിക്ക്. ഇതാ കണ്ടില്ലേ, ഇതാണ് ഇയാളുടെ കുഴപ്പം. 10-25 ലക്ഷം രൂപ കൊടുത്തിട്ടാ ആ കിഴങ്ങൻ പിണ്ണാക്കൻ സരോജ് കുമാറിനെ ഇയാൾ ഇവിടെ വരുത്തുന്നത്. അതെന്തോ ആവട്ടെ. ജനാർദ്ദനക്കുറുപ്പിന് ആദ്യ ഭാര്യയിൽ 3 പെൺമക്കളാണുള്ളത്. ഇതിലൊരു മകളുടെ 4 മണിക്കൂർ നീണ്ട മാരത്തോൺ മേക്കപ്പ് ഏതാണ്ട് തീർന്നു. ഇവൾ അച്ഛനെ പോലെ തന്നെ കുറച്ച് പൊങ്ങച്ചക്കാരിയാണ്. മേക്കപ്പ് സാധനങ്ങൾ കൊട്ടക്കണക്കിനാ മുഖത്തടിച്ച് കയറ്റുന്നത്. നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോളൂ. കാവ്യ മാധവൻ കുറുപ്പ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അച്ഛൻ്റെ ഷഷ്ടിപൂർത്തി ആയതുകൊണ്ട് ഞാൻ പൂജാമുറിയിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്യാനൊന്നും തീരെ സമയം കിട്ടിയില്ല. അച്ഛനെ പോലെ തന്നെയാണ് ഞാനും. പൊങ്ങച്ചൻ പറഞ്ഞത് എനിക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പേരിൽ 2 ബെൻസ് കാർ ഉണ്ടെന്നും 3 150 ഏക്കർ ഏലത്തോട്ടുണ്ടെന്നും ഞാൻ ആരോടും പറയാത്തത്. അച്ഛൻ ജഡ്ജസിന് കാശ് കൊടുത്തിട്ടാണ് എനിക്ക് കലാത്തിലം കിട്ടിയെന്ന് നാട്ടുകാർ പറയണത് അസൂയ ഉണ്ടാട്ടോ. ഇപ്പോൾ ഇന്ന് അച്ഛൻ്റെ ഷഷ്ടിപൂർത്തിയല്ലേ, ഞാനും ഇവിടെ ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങളെല്ലാവരും എന്നെ അനുഗ്രഹിക്കണേ, പ്രോത്സാഹിപ്പിക്കണേ. ഇംഗ്ലീഷ് അറിയാത്ത കുറുപ്പിന് മുറി ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു മോളുണ്ട്, സംവൃത കുറുപ്പ്. My daddy is a Shashti Purti today.
In English, Shashti Purti is called 60 Purti. This 60 Purti, I attended, you attended, all attended. I dance, you see. Happy? Thank you. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയതിൻ്റെ കാരണം ഇപ്പോൾ മനസ്സിലായല്ലോ. കുറുപ്പിൻ്റെ പൊങ്ങച്ചത്തിൻ്റെ ഭാഗമായി മക്കളെയൊക്കെ നാടിൻ്റെ നാനാഭാഗത്തുമാണ് പഠിപ്പിക്കാൻ വിട്ടത്. ഇപ്പോൾ ഈ വരുന്നവൾ ചെന്നൈയിലും ഹുബ്ലിയിലും സെക്കൻഡറാബാദിലുമൊക്കെ പഠിച്ച് ആകെ ഒരു അവിയൽ പരുവത്തിലായിരിക്കുക. അവൾ എന്ത് ഭാഷയാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം. എന്തായാലും പറഞ്ഞുവിടാം. ശ്വേതാ മേനോൻ കുറുപ്പ്. അൻപുള്ള തായ്മകൾക്കും എൻ ബ്രദേഴ്സ്ക്കും വണക്കം ട്ടോ. MGRക്കും വണക്കം. ఏంటి బాగున్నారా? क्या समझा नहीं? ऊन കഴിച്ചോന്ന്? ഊಟ ಆಯ್ತಾ? Anyhow, हे भगवान मेरे पापा को बहुत लंबी उम्र देना और हम सब की तरफ से आपको बहुत बहुत नमस्कार. थैंक यू ട്ടോ. കുറുപ്പിൻ്റെ ഈ വരുന്ന മോളെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. നാട്ടിലുള്ള പൂവാലന്മാർക്കെല്ലാം പ്രതീക്ഷ കൊടുത്ത് കള്ളക്കടക്കണ്ണെറിഞ്ഞു കൊടുത്ത് നടക്കുന്ന പഞ്ചസാര പാക്കറ്റ് ഭാവന കുറുപ്പ്. നമസ്കാരം. വഴിയിലുള്ള എല്ലാ ബോയ്സിനും എൻ്റെ പേരും അഡ്രസ്സും ഒക്കെ അറിയണം. അവരിൽ കുറച്ച് പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അവരോട് ഞാൻ പറയാണ്, എൻ്റെ അഡ്രസ്സ് ഭാവന കുറുപ്പ്, പാലപ്പറമ്പിൽ ഹൗസ്, കഞ്ഞിക്കുഴി പോസ്റ്റ് എന്നാണെന്ന് ഞാൻ പറഞ്ഞു തരില്ല കേട്ടോ. മാത്രമല്ല ഫ്രം അഡ്രസ് വെക്കാത്തവർക്കൊന്നും ഞാൻ മറുപടി എഴുതാറില്ല. ഫോൺ നമ്പർ കൂടി കൊടുക്കാത്തെന്താ? അയ്യോ, ഞാൻ മറന്നുപോയി. എൻ്റെ ഫോൺ നമ്പർ 98470. നിർത്തണ്ടോ? എത്ര നേരം ബാൻഡ് റെഡി ആയിട്ടിരിക്കണമെന്ന് അറിയോ? അതിന് ഞാനൊരു പാൻറ് ഇട്ടിട്ടുണ്ടല്ലോ മോളെ. എന്തിനാ വേറൊരു പാൻറ്? അയ്യോ അച്ഛ, പാൻറ് അല്ല ബാൻഡ്.